ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്തെങ്കിലും വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്കും ഇങ്ങനെ സുഖമായിട്ട് പോകണം. അപ്പം നമ്മുടെ ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നാത്തൂനും പിള്ളേരും അളിയനും എല്ലാവരും വീട്ടിൽ നിന്ന് പോവാണ്. അപ്പം അവര് എനിക്ക് തോന്നുന്നു രണ്ടാഴ്ചക്ക് നിന്നിട്ടുണ്ടാവുള്ളൂ. 2 ആഴ്ച നിന്നിട്ടുണ്ടാവുള്ളൂ. എന്നാലും ഇവിടെ നല്ല ബഹളായിരുന്നു. ആദവും ഓച്ചുമായിട്ട് നല്ല അടിയും പൂരവും ഒച്ചയും ബഹളവും. കാരണം എപ്പോഴും നമ്മുടെ ഒരു സൗണ്ട് ഉണ്ടാവും. പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും പുറത്ത് നിൽക്കുമ്പോഴാണെങ്കിലും നല്ല സൗണ്ട് ആയിരിക്കും. ഓച്ചു തല്ലുപിടിക്കുമ്പോഴേക്കും ആദം ഇതന്നെയായിരുന്നു പരിപാടി. അപ്പൊ ഇന്ന് ആ ഒച്ച ബഹളങ്ങളൊക്കെ പോവാൻ പോവാണ്. ഇന്നിപ്പോ അവരിന്ന് പോവാണ്. അല്ലാതെ നമ്മൾ പോവാണ്ട് പറ്റില്ലല്ലോ. എന്തായാലും അതൊരു റിയാലിറ്റിയാണ്. അപ്പൊ പോവാണ്ട് പറ്റില്ല. അപ്പൊ അവര് വീട്ടിലേക്ക് പോവാണ്. പിന്നെ അതന്നെ ഇനി ആദത്തിനെ ഇനി മാമോദീസ ഉണ്ട് അടുത്ത് തന്നെ. അപ്പൊ 2 ദിവസത്തിനുള്ളിൽ അളിയൻ വന്നു. അപ്പൊ ഇനി മാമോദീസക്ക് അവർക്ക് കുറച്ച് പരിപാടികളൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. അവരിവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, അവിടെയാണ് മാമോദീസ നടത്തുന്നത്. അപ്പൊ അവർക്ക് അവിടെ കുറച്ച് അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അവര് പോവാണ്. അന്ന് നമ്മളും അങ്ങനെ തന്നെയായിരുന്നു. നമുക്കും മാമോദീസ കഴിഞ്ഞ് 2 ദിവസം വീട്ടിൽ നിന്ന് വന്ന് 2ാമത്തെ ദിവസം എന്തോ ആയിരുന്നു മാമോദീസ. അപ്പൊ നമ്മളും അന്ന് തന്നെ പോന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരും പോവാണ്. അങ്ങനെ വിശേഷങ്ങള്. ആദത്തിന്റെ കുട്ടി പട്ടാളങ്ങൾ അവർക്ക് നാണാ ക്യാമറയില് വരാൻ വേണ്ടി. ഇവിടെ ഉണ്ട് കളിക്കാത്തിന്റെ ആദം. ഇവര് വന്നു കഴിഞ്ഞാൽ ആദത്തിന് യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല കേട്ടോ. അല്ലെങ്കിൽ കമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ മേത്ത് കയറില്ല, അപ്പന്റെ മേത്ത് കയറില്ല പരിപാടികളാ. ഇവര് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മള് സ്വതന്ത്രമായി ഇവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കുക. എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പരിഹരിക്കുക. 2 പേര് ഓച്ചിനും അതെ ആദത്തിനും അതെ നമ്മളിങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും. അതാണ് നമ്മുടെ പരിപാടി. ആദത്തിനെ കാലത്ത് തുടങ്ങി ഭയങ്കര കരച്ചില. ഓച്ചു പോണേന്റെ സങ്കടം തോന്നണം. വെറുതെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാതെ മനസ്സിൽ നിന്ന് വരുന്നതാന്ന് തോന്നുന്നു. മനസ്സിൽ നിന്ന് അങ്ങനെ കൊച്ചി കരഞ്ഞോണ്ടിരിക്കുന്നു. ഇപ്പൊ ചിരിക്കുന്നുണ്ട്. ഇപ്പൊ മിണ്ടാണ്ടിരിക്കാൻ വേണ്ടി ഒരു കോലുമിഠായി എടുത്തു കൊടുത്തു. ആ കോലുമിഠായി ഒന്ന് താഴ്ത്തു പോയി. അപ്പൊ അതും പറഞ്ഞ അടുത്ത കരച്ചിൽ തുടങ്ങി. അല്ലടാ ഓച്ചിന് സങ്കടം ഉണ്ടാ? സന്തോഷം. ഇവിടെ രക്ഷപ്പെട്ട് പോവാന്ന് വെച്ച് ആദത്തിനെ കൊണ്ടപ്പോ നീ അപ്പഴും കിടന്ന് ഉറങ്ങാട്ടാ. മോന് പെങ്ങള് പോണ സങ്കടം ഉണ്ടാ? സങ്കടം ഇല്ലാണ്ടിരിക്കും. പെങ്ങളല്ലേ പോണേ. പെങ്ങള് നാട് വിട്ട് പോണെന്നല്ലേ? പെങ്ങള് കെട്ടിക്കല്ലേ പോണേ? അത് നോക്കിട്ട് കാര്യമില്ലല്ലോ. പെങ്ങള് പോട്ടെ, അവര് പോയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ലേ. എന്നാലും ഒരു ചെറിയ സങ്കടം അല്ലേ? എത്ര ദിവസം ഉണ്ടായ? പക്ഷെ ഇത്ര നാള് നിങ്ങൾ ഒരുമിച്ച് നിന്നിട്ടില്ലല്ലോ. ഇപ്പോഴാണ് ഈ പ്രാവശ്യമാണ് ശരിക്കും ഒരുമിച്ച് നിന്നിട്ടാ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് മര്യാദയ്ക്ക് അവളെ കല്യാണം കഴിഞ്ഞ ശേഷം എന്നിട്ടാ ഞാൻ 15 ദിവസമല്ല ഞാൻ വെക്കേഷൻ വന്നത്. അന്ന് കല്യാണം ഉറപ്പിക്കില്ല. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ മര്യാദയ്ക്ക് ഒരുമിച്ച് നിന്നില്ല. പിന്നെ അവള് 2 പ്രാവശ്യം വന്നു പോയി അങ്ങനെ 2 ദിവസത്തേക്കൊക്കെ വന്നു പോകും. പക്ഷെ ഇപ്രാവശ്യമാണ് കുറച്ച് ദിവസം അവളോട് വീട്ടിൽ നിന്നത്. പിന്നെ എന്നിട്ടാ പിന്നെ ഓച്ചിന്റെ കളി തല്ലുകൂട്ടം, അതും ഓച്ചും തല്ലുകൂട്ടം. അങ്ങനെ അതൊക്കെ ഇനിയിപ്പോ ഇന്നോടോടി കഴിയും. അല്ല അത് നോക്കിയിട്ട് കാര്യമില്ല. അത് അവരെ പിടിച്ചു വെക്കാനൊന്നും പറ്റില്ല. അവരുടെ ജീവിതം ജീവിതത്തിലേക്ക് പോകണം. നമ്മുടെ ജീവിതം ഇതിലിപ്പോ സങ്കടമൊന്നുമില്ല. മറ്റേ ഏതാണ്ട് ഇതിൽ പറഞ്ഞ ഇടിച്ചടങ്ങ് അങ്ങനെയല്ല കേട്ടോ. കൂട്ടുകാരനെ
കുട്ടിച്ചേട്ടൻ കുട്ടിച്ചേട്ടൻ ഇത്ര സങ്കടം കൊടുത്തോ കുട്ടിച്ചേട്ടൻ കുഞ്ഞപ്പന് പോവാന്ന് ഓച്ചിനോട് ബൈ ബൈ പറയും ഓച്ചു പോവാ അയ്യോ ഉമ്മ വിചാരിച്ചാദം പോവാന്നാ ബട്ടർഫ്ലൈ അല്ല മറ്റേ മാംഗോ മിഠായി ഉണ്ടായുള്ളൂ അത് തന്നില്ലേ ഇവർക്ക് നമ്മള് പോണില്ല ഓച്ച പോണേ ഓച്ചോട് പോണേ ഈശോ എന്തിനൊക്കെ അറിയണേ ദൈവമേ ദേ ഓച്ചിന്റെ ട്രോളി ദേ ട്രോളി അപ്പച്ചന്റെ വണ്ടിയില് കൊച്ചിന്റെ ഓച്ച ആദത്തിനാണോ വണ്ടി ആദത്തിനാണോ ആദ പോടോച്ചു ആദത്തിനെ പിടിച്ചോണ്ടാ കൈവിടെ എടുത്തിട്ടാ അതും ഡേഞ്ചറാ വണ്ടിയിലേക്ക് ഓടും ആദ അപ്പതും വൈഫും പോവാന്ന് വിചാരിച്ചിട്ടുണ്ടോ മോ പെട്ടിയിട്ടുണ്ട് പെട്ടിയായിട്ടാണ് പോവാന്ന് വിചാരിച്ചല്ലോ ആദം പൊക്കോ അച്ഛന്റെ കൊടുക്ക അച്ഛൻ്റെ പെട്ടി എടുത്ത് ഓച്ചോട് നിന്നോ പോണ്ട ആദത്തിന് കൂട്ട് ബട്ടർഫ്ലൈ മിഠായി അല്ലേ വേണ്ടേ വാങ്ങിച്ചരാം ഓച്ചു ശരി അതിന് ഒരു പ്രാവശ്യം കൊടുത്തു ചേട്ടന്മാർക്ക് കൊടുക്ക കുട്ടൂരൊക്കെ എനിക്ക് വേണ്ട നീ പോണില്ലാതെ ഓച്ചോ ഓച്ചോ അപ്പൊ അവരൊക്കെ പോയിട്ടാ അവര് പോയി എന്നിട്ടാണ് ആദത്തിന് ഓച്ചു പോയി എന്ന് പറയുമ്പോ പോവാണെന്ന് പറയുമ്പോ ഫസ്റ്റ് തന്നെ ആദം വിചാരിച്ചു നമ്മളും കൂടി പോട്ടെന്ന് വിചാരിച്ചു കാറിൽ കയറാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആദത്തിന് ഉണ്ടായിരുന്നു. പോയി കഴിഞ്ഞപ്പോ ഓച്ചൂടെ അന്വേഷിക്കലും ഇല്ല, ഒരു പരിപാടി ഇല്ല. അവനെ വീട്ടിൽ നിന്ന് വന്നപ്പോ അങ്ങനെ തന്നെയായിരുന്നു. അല്ലെങ്കിൽ അമ്മിച്ചി എന്ന് പറഞ്ഞ അമ്മിച്ചിയുടെ പിന്നെ നടക്കലായിരുന്നു. ഇവിടെ എത്തി കഴിഞ്ഞപ്പോ അമ്മിച്ചും ഇല്ല, ഒന്നുമില്ല. ഇവിടെ പിന്നെ ഇവിടെ സെറ്റായി. അതുപോലെ തന്നെ അവള് പോയി അത്ര ഉള്ളവര് വന്നു. അവന്റെ കാര്യം കുഞ്ഞിതല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവർക്ക് അത്ര അറിയുള്ളൂ. അപ്പൊ അതും അങ്ങനെ കളിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമുക്കിവിടെ പോയി കഴിഞ്ഞപ്പോ എന്താ പറയാ, ഒരു ശാന്തത, വീടിനൊരു ശാന്തതയുണ്ട് സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് ആ റൂമില് അതല്ല, റൂമാണെങ്കിലും റൂമില് ഫുള്ള് സാധനങ്ങളൊക്കെ നിറഞ്ഞ് ഇങ്ങനെ ഇരിക്കായിരുന്നു. റൂം ഇപ്പൊ കാലിയായ പോലെ, ഒരു വീട് എന്തൊക്കെ പോയ പോലെ തന്നെ. സൗണ്ടുകൾ കുറഞ്ഞു. രണ്ടുപേരുടെ സൗണ്ടുകൾ കുറഞ്ഞു. പിന്നെ ഒച്ചയും ബഹളം കുറഞ്ഞു, അടി കുറഞ്ഞു, ബഹളം കുറഞ്ഞു. ഇവിടെ എടുക്കുന്ന സാധനം അവർക്കാണോ, അവിടെ എടുക്കുന്ന സാധനം സാധനം വേണ്ട. ഇപ്പൊ അവന് ഒന്നും വേണ്ട. അങ്ങനെയാണ്.
അല്ലെങ്കിൽ ഒരാളെ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അപ്പൊ അതിന് തല്ലാവാറ് സാധാരണ. ഇനിയിപ്പൊ തല്ലുപിടിക്ക് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോ അവിടെ ചേച്ചിയുടെ പിള്ളേരുകൾ വരുമ്പോ അവര് കുറച്ചുകൂടി വലിയ കുട്ടികളാ. അപ്പൊ അവൾക്ക് കുഴപ്പമില്ല, ചേച്ചിമാര് ഇപ്പൊ എന്ത് ചോദിച്ചാലും എടുത്തു കൊടുക്കും. പക്ഷെ ഇവൻ അങ്ങനെയല്ല. ഇവൻ ഇപ്പൊ ഒരു സാധനം ഇവൻ കൊണ്ടു കൊടുക്കും അവൾക്ക്. അപ്പൊ അവൾ എന്ത് ചെയ്യും, തട്ടിപ്പറിക്കുമ്പോ ഇവന് ദേഷ്യം വരും. അപ്പൊ തല്ലാവും. ഇതാണ് മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം അവൾക്ക് വരില്ല. അവളെ കൊഞ്ചിച്ച് നടക്കുള്ളൂ, എടുത്തോണ്ടേ നടക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങള് കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ എന്നിട്ടാ ഇനിയിപ്പോ നമ്മള് ഇങ്ങനെ ഇരിക്കാം, നമുക്ക് ഇങ്ങനെ ഇരിക്കാം. ഇപ്പൊ 2 വരെ ഡീൽ ചെയ്താൽ മതിയല്ലോ, അല്ലെങ്കിൽ 4 വരെ 3 വരെ. മറ്റേ കൊച്ചു പിന്നെ കുഞ്ഞിതായതുകൊണ്ട് അവിടെ ശാന്തനായി കിടന്നോളൂ. ഞാൻ നോക്കിയിട്ട് മൂത്ത് 2 വരെ കൊണ്ട് പ്രശ്നം, ഇളയ 2 പേരും പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ എത്രയൊക്കെ ഉള്ളോ നമ്മുടെ വിശേഷങ്ങള്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ കൊടുക്കണ്ട. ടാറ്റ, ബൈ ബൈ, സി യു, ഐ ലവ് യു ഉമ്മ. ഓക്കെ.